കുറ്റകൃത്യങ്ങളുടെ തോത് ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ മന്ത്രിയും കോങ്ങാട് MLAയുമായ KA തുളസി. അക്രമം പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം നോക്കിയാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറ്റകൃത്യങ്ങളുടെ തോത് നമ്മളിപ്പോൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാവും. കുറ്റകൃത്യങ്ങളുടെ തോത് വളരെയധികം ഗണ്യമായിട്ടുള്ള തോതിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കുറേ വർഷങ്ങളായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് വേണ്ട ഇപ്പം നമ്മൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇത്തരം ടെൻഡൻസിയുള്ള ആളുകളോട് നമ്മൾ എന്താണ് പറയുക, കാരണം പെട്ടെന്നുള്ള ദേഷ്യവും പെട്ടെന്നുള്ള പരസ്പരമുള്ള വൈരാഗ്യവും പകയും ഒക്കെ ഒരു ചില പ്രത്യേക മുഹൂർത്തത്തിൽ വളരെ അമിതമായിട്ട് വരുമ്പോഴുണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറയ്ക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നയം വ്യക്തമാക്കുമെന്നും അക്രമങ്ങളെയും ലഹരി ഉപയോഗത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നയമല്ല സർക്കാരിന്റേതെന്നും മന്ത്രി. കൊലപാതകത്തിന്റെ ഒരു പ്രധാന കാരണം മദ്യത്തിന് ലഹരിയാണെന്ന് കേൾക്കുന്നു. അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ടാക്സ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു മന്ത്രി എന്ന നിലയിൽ എങ്ങനെയാണ് സർക്കാർ അക്കാര്യത്തിൽ പരിശോധിച്ച് വരില്ലേ, തീരുമാനം വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അത് സർക്കാർ അക്കാര്യത്തിൽ നയം നിയമസഭയിൽ തന്നെ വ്യക്തമാക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണോ? അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരായിരുന്നെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ എന്തിനാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ സർക്കാരിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളോടുള്ള പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, കഞ്ചാവ് ഉൾപ്പെടെ മറ്റ് രാസലഹരി ഉൾപ്പെടെയുള്ള അതിന്റെ വിപണനവും ഉപഭോഗവും തടഞ്ഞ് അതിന്റെ വേരറുക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.